ഗൾഫ് രാജ്യങ്ങളെ ലക്ഷ്യമാക്കി ഇന്നും ഇറാന്റെ വ്യാപക ആക്രമണം. അല്പസമയം മുൻപ് ഖത്തറിലും UAE-യിലും ആക്രമണമുണ്ടായി. ഇന്ന് സൗദിയിലും കുവൈറ്റിലും US എംബസികൾ ആക്രമിച്ചു. ഹമദ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിന് നേരെയുള്ള ആക്രമണ ശ്രമം തകർത്തതായി ഖത്തർ അറിയിച്ചു. അതിനിടെ ആശ്വാസമായി ഗൾഫ് രാജ്യങ്ങളിൽ നിന്ന് ഇന്ത്യയിലേക്കുള്ള വ്യോമഗതാഗതം ഭാഗികമായി പുനഃസ്ഥാപിച്ചു. സുരക്ഷിത വ്യോമപാത ഉൾപ്പെടുന്ന പ്രത്യേക ഇടനാഴി തുറക്കുമെന്ന് UAE വ്യക്തമാക്കി. എസ് രഞ്ജിത്ത് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. രഞ്ജിത്ത്, ഈ കഴിഞ്ഞ ദിവസങ്ങളിലേതുമായി താരതമ്യപ്പെടുത്തുകയാണെങ്കിൽ ജനവാസ മേഖലകളിലേക്ക് ആക്രമണങ്ങൾ ഉണ്ടാകുന്നില്ല, വലിയ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല എന്നുള്ളത് ആശ്വാസകരമാണ്. എങ്ങനെയാണ് ഏറ്റവും ഒടുവിലായി പങ്കുവെക്കാൻ കഴിയുന്ന വിവരങ്ങൾ? ഇന്ന് ഏതൊക്കെ മേഖലകളിലാണ് ഇറാന്റെ ആക്രമണം ഉണ്ടായത്? ഏറ്റവും ആശ്വാസകരമായ കാര്യം, വിമാന സർവീസുകൾ പൂർണ്ണമായി അടഞ്ഞുകിടന്നിരുന്ന വ്യോമ പാത അത് ഭാഗികമായെങ്കിലും തുറക്കാൻ കഴിയുന്നു എന്നത് വലിയ ആശ്വാസമാണ് ഈ ഘട്ടത്തിൽ. രഞ്ജിത്ത്, തീർച്ചയായും കീർത്തന, ആശ്വാസകരമായ വാർത്തകൾ തന്നെയാണ് പുറത്തു വരുന്നത്. ഇപ്പോൾ കഴിഞ്ഞ ഒരു ദിവസത്തെ ഇറാന്റെ ആക്രമണവുമായി നമ്മൾ താരതമ്യം ചെയ്യുമ്പോൾ ഇന്ന് ആക്രമണത്തിന്റെ തോത് കുറഞ്ഞിട്ടുണ്ട്. ഒപ്പം തന്നെ അതുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന നാശനഷ്ടത്തിന്റെ തോതും വലിയ തോതിൽ കുറഞ്ഞിട്ടുണ്ട്. അത് വലിയ രീതിയിൽ ആശ്വാസം പകരുന്ന ഒരു കാര്യമാണ്. എങ്കിലും UAE അടക്കമുള്ള വിവിധ ഗൾഫ് രാജ്യങ്ങളിൽ ഇന്നും ഇറാന്റെ ആക്രമണം ഉണ്ടായി എന്നതൊരു യാഥാർത്ഥ്യമാണ്. ഇന്ന് UAE-യിൽ പുലർച്ചെ ആക്രമണമുണ്ടായി. വലിയ ശബ്ദം കേട്ടതായി അബുദാബിയിലെ ആളുകളൊക്കെ പറഞ്ഞു. ഇപ്പോൾ അല്പസമയം മുമ്പ് തന്നെ നമ്മുടെ ഫോണുകളിലൊക്കെ ഈ UAE മന്ത്രാലയത്തിന്റെ അലർട്ട് വന്നു. കൂടുതൽ സുരക്ഷിതരായിരിക്കണം, അല്ലെങ്കിൽ നിങ്ങളുടെ ജനാലകളൊക്കെ, വീടിന്റെ ജനാലകളൊക്കെ അടച്ചിടണം എന്നത് സംബന്ധിച്ച ഒരു അലർട്ടാണ് ആദ്യം വന്നത്. പിന്നാലെ നിങ്ങൾക്ക് ഇപ്പോൾ സുരക്ഷിതമാണ് കാര്യങ്ങളൊക്കെ, നിങ്ങൾക്ക് നിങ്ങളുടെ ജോലി തുടരാം എന്ന രീതിയിലുള്ള മറ്റൊരു അലർട്ട് കൂടി അല്പസമയം മുമ്പ് വന്നു. അത്തരത്തിൽ കൃത്യമായ ഒരു മുന്നറിയിപ്പും നിർദ്ദേശങ്ങളും ഒക്കെ കൃത്യമായി തന്നെ UAE ഭരണകൂടം നൽകുന്നുണ്ട്. ഞാൻ തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇന്ന് രാവിലെ അബുദാബിയിലാണ് ആദ്യ ആക്രമണം ഉണ്ടായത്. അതിന് പിന്നാലെ ഫുജേറയിൽ ഡ്രോൺ ആക്രമണം ഉണ്ടായി. ഈ പ്രതിരോധത്തിന്റെ അവശിഷ്ടങ്ങൾ പതിച്ച് ഫുജേറ ഓയിൽ ഇൻഡസ്ട്രിയൽ സോണിൽ തീപിടുത്തമുണ്ടായി. അതേസമയം ആർക്കും പരിക്കില്ല. ഇത്തരത്തിലുള്ള ഈ ഡ്രോൺ ആക്രമണത്തെ അതിശക്തമായി തന്നെ പ്രതിരോധിക്കാൻ കഴിഞ്ഞു എന്ന് UAE വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. എങ്കിലും സുരക്ഷാ നടപടികളൊക്കെ UAE-യിൽ തുടരുകയാണ്. ദുബായ് ഗ്ലോബൽ വില്ലേജ് ഇന്നും അടച്ചിടും. അതുപോലെ തന്നെ മറ്റ് വിവിധ വിനോദ സഞ്ചാര മേഖലകളിലും ഈ ജനങ്ങൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. അത് ഒരു സുരക്ഷയുടെ ഭാഗമായിട്ട് മാത്രമാണ് അത്തരത്തിലുള്ള നിയന്ത്രണങ്ങൾ എന്നാണ് UAE ഭരണകൂടം വ്യക്തമാക്കുന്നത്. എന്തായാലും നിലവിൽ UAE-യെ സംബന്ധിച്ച് ആശങ്കപ്പെടേണ്ട ഒരു സാഹചര്യമില്ല. ഈ ആക്രമണങ്ങളൊക്കെ ഉണ്ടാകുന്നത് ജനവാസ മേഖലയിലല്ല, അത് മറ്റ് വ്യാവസായിക മേഖലകൾ അല്ലെങ്കിൽ എണ്ണ ശുദ്ധീകരണശാലകൾ ഉൾപ്പെടെയുള്ള മേഖലകളിലാണ് ഈ ആക്രമണം ഉണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെ UAE-യെ സംബന്ധിച്ച് ജനജീവിതം പൂർണ്ണമായും സാധാരണ നിലയിലാണ്. റോഡിലൊക്കെ വലിയ തോതിലുള്ള ജനങ്ങളെ നമുക്ക് കാണാം. വ്യാപാര സ്ഥാപനങ്ങളിൽ തിരക്കുണ്ട്. പൊതുഗതാഗത സംവിധാനങ്ങളിലൊക്കെ വലിയ തോതിലുള്ള തിരക്കും നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഇനി മറ്റൊന്ന്, സൗദിയിൽ നിന്നുണ്ടായ ആക്രമണമാണ്. സൗദി അറേബ്യയിലെ റിയാദിലെ US എംബസി കേന്ദ്രീകരിച്ചായിരുന്നു ഇന്ന് പ്രധാനമായും ഇറാൻ ആക്രമണം നടത്തിയത്. 2 ഇറാനിയൻ ഡ്രോണുകൾ എംബസി കെട്ടിടത്തിൽ ആക്രമണം നടത്തി. അതേസമയം ഈ ഒരു ആക്രമണത്തിൽ പരിമിതമായ തീപിടുത്തവും ചെറിയ നാശനഷ്ടങ്ങളും ഉണ്ടായതായി സൗദി പ്രതിരോധ മന്ത്രാലയം അറിയിച്ചു. ഈ ഒരു ആക്രമണത്തെ ശക്തമായി പ്രതിരോധിക്കാൻ കഴിഞ്ഞതായി സൗദി അറേബ്യയും വ്യക്തമാക്കുകയാണ്. ഖത്തറിലും സമാനമായ രീതിയിലുള്ള ആക്രമണമുണ്ടായി. അതുപോലെ തന്നെ കുവൈറ്റില് US ബേസിന് നേർക്ക് ആക്രമണമുണ്ടായി. സംഘർഷ സാഹചര്യത്തിൽ കുവൈറ്റിലെ അമേരിക്കൻ എംബസി താൽക്കാലികമായി അടയ്ക്കുകയും ചെയ്തു. ബഹ്റിനിലേക്ക് വന്നാൽ ബഹ്റിൻ ഈസ എയർബേസിൽ ഇന്ന് പുലർച്ചെ 20 ഡ്രോണുകൾ എത്തിയതായി സ്ഥിരീകരിച്ചു. ഈ 20 ഡ്രോണുകളെയും നിർവീര്യമാക്കി, അല്ലെങ്കിൽ അതിനെതിരെ ശക്തമായി പ്രതിരോധം തീർത്തുവെന്ന് ബഹ്റിനും അറിയിച്ചിട്ടുണ്ട്. മറ്റൊന്ന് ഒമാനാണ്. ഒമാനിലെ ദോഫാർ ഗവർണറേറ്റിന്റെ ആകാശത്തിന് മുകളിലൂടെ നീങ്ങിയ 2 ഡ്രോണുകൾ വെടിവെച്ചിട്ടതായി ഒമാനും അറിയിച്ചിട്ടുണ്ട്. അത്തരത്തിൽ ശക്തമായി ഒരു സുരക്ഷ ഒരുക്കുകയാണ്, അല്ലെങ്കിൽ ശക്തമായ ഒരു പ്രതിരോധം തീർക്കുകയാണ് GCC രാജ്യങ്ങൾ. നമ്മൾ മൊത്തത്തിൽ ഒരു GCC രാജ്യങ്ങളുടെ ഒരു സാഹചര്യം എടുത്താൽ ജനജീവിതം പൂർണ്ണമായും സാധാരണ നിലയിലേക്ക് എത്തുന്നു. ജനങ്ങൾ എവിടെയും ഒരു ആശങ്കപ്പെടുത്തുന്ന ഒരു സാഹചര്യമില്ല എന്ന് തന്നെ നമുക്ക് ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ആക്രമണമാണ് ഇന്ന് ഇറാന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായത്. വിവിധ ഗൾഫ് രാജ്യങ്ങളിൽ ആക്രമണം ഉണ്ടായിരുന്നു. നേരത്തെ രഞ്ജിത്ത് ചൂണ്ടിക്കാട്ടിയതുപോലെ കഴിഞ്ഞ ദിവസങ്ങളിലെ ആക്രമണത്തിന്റെ സ്വഭാവവുമായി താരതമ്യപ്പെടുത്തുമ്പോൾ അത് ജനവാസ മേഖലയിലല്ല എന്നുള്ളത് ആശ്വാസകരം തന്നെയാണ്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഗൾഫ് രാജ്യങ്ങളിലുള്ളവരൊക്കെ ആശങ്കയോടുകൂടി കഴിയുന്ന സാഹചര്യമുണ്ട്. ആ ആശങ്ക അല്പമെങ്കിലും ഒഴിയുന്നു. അല്പമെങ്കിലും ആശ്വാസകരമായ വാർത്തകളാണ് അവിടെ നിന്ന് പുറത്തു വരുന്നത് എന്നത് വലിയ ആശ്വാസം നൽകുന്നതാണ്. രഞ്ജിത്ത് വിശദാംശങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു.